ആദ്യം നമുക്കൊപ്പം അയോധ്യയിൽ നിന്ന് ചില ലൈവുകൾ. അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ये क्षण अलौकिक है, ये पल पवित्रतम है। ये माहौल, ये वातावरण, ये ऊर्जा, ये घड़ी प्रभु श्री राम का हम सब पर आशीर्वाद है। 22 जनवरी 2024 का ये सूरज एक अद्भुत आभा लेकर आया है। 22 जनवरी 2024 ये कैलेंडर पर लिखी एक तारीख नहीं, ये एक नए काल चक्र का उद्गम है। അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ തത്സമയം ചേരുകയാണ്. അയോധ്യയിൽ നിന്ന് വിജയകുമാർ, നമസ്കാരം. വിജയകുമാർ, എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന അപ്ഡേറ്റ്സുകൾ? എസ് കെ എൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എസ് കെ എൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലുള്ള 84 സെക്കൻഡ്, അതായിരുന്നു അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായി പങ്കെടുത്ത ഒരു ചടങ്ങാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന കാശിയിലെ വേദപണ്ഡിതൻ വേദമന്ത്രങ്ങളും വേദരീതികളും വിവരിച്ചു കൊടുക്കുന്നതിനിടെ ആ പ്രാണപ്രതിഷ്ഠ ശ്രീരാമ വിഗ്രഹത്തിലേക്ക്, അതായത് 5 വയസ്സുള്ള രാംലല്ല എന്ന വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യത്തെ പകർന്നു കൊടുക്കുന്നു എന്ന വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങ് നടന്നത്. 84 സെക്കൻഡ് ആയിരുന്നു ആ ചടങ്ങിന്റെ ദൈർഘ്യം. പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുത്ത ആ പരിപാടി ഏതാണ്ട് 11:30 മുതൽ ഏതാണ്ട് 1 മണി വരെ നീണ്ടു. അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ പങ്കെടുത്ത 7000-നും 8000-നും ഇടയ്ക്ക് ആളുകളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് ഗർഭഗൃഹം എന്ന് നമ്മൾ പറയുന്ന ശ്രീകോവിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതുപോലെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS മേധാവി, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, അതുപോലെ മഹന്ത് നൃതഗോപാൽ ദാസ് തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ അത് ഭക്തർക്ക് വേണ്ടി പ്രധാനമന്ത്രി പ്രതീകാത്മകമായി തുറന്നുകൊടുത്തു. നാളെ മുതലാണ് വിശ്വാസികൾക്ക് അവിടേക്ക് പ്രവേശനത്തിന് അനുമതിയുള്ളത്. നമ്മൾ ഇന്നലെയും ഒക്കെ കണ്ടതാണ് ഈ രാംപത്ത്, നമ്മൾ നിൽക്കുന്ന രാംപത്തിലൂടെ 10,000-കണക്കിന് ആളുകളാണ് അയോധ്യ നഗരത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒഴുക്ക് ഇന്നും തുടരുകയാണ്. ഇന്ന് ഏതാണ്ട് ഒരു ദീപാവലി പോലെ ഈ രാംപത്തൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്, വിളക്കുകൾ കത്തിച്ചു വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ദീപാവലിക്ക് തുല്യമാണ് എന്നാണ് ഇവിടുത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പടക്കങ്ങൾ പൊട്ടിച്ചും പൂമാലകൾ ചാർത്തിയും വിളക്കുകൾ തെളിച്ചുമൊക്കെയാണ് ഇപ്പോഴത്തെ ആഘോഷം നടക്കുന്നത്. പ്രധാനമന്ത്രി അതിനുശേഷം നേരത്തെ എസ് കെ അതിന്റെ ഒരു ഭാഗം കാണിച്ചതാണ്. അവിടെ കൂടിയവരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സമന്വയത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകണം. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ രാജ്യത്തിന് തീപിടിക്കുമെന്ന് കരുതിയവർക്ക് നിരാശപ്പെടേണ്ടി വന്നു. വളരെ സമാധാനത്തോടെ. വിജയകുമാർ, ഒരു ചെറിയ കാര്യം, അതായത് പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയോ? നാളെ ഈ ക്ഷേത്രം തുറക്കുമ്പോൾ ആരായിരിക്കും ഈ ഔപചാരികമായി ഈ കർമ്മം നിർവഹിക്കുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? ഒന്നുകൂടെ ആവർത്തിക്കുമോ? കേട്ടില്ല. അതായത് നാളെ ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണല്ലോ, അപ്പോൾ ഭക്തജനലക്ഷങ്ങൾ അവിടെ എത്താനും സാധ്യതയുണ്ട്. ഇത് ഔപചാരികമായി ആരായിരിക്കും തുറന്നു കൊടുക്കുക? പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങിയോ? എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്?
പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞു മടങ്ങി. ഇനിയിപ്പോൾ പതിവ് പൂജകൾ ക്ഷേത്രത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. നാളെ അത് ആവർത്തിക്കും. നാളെ ഔപചാരികമായി ആളുകൾക്ക്, ഭക്തർക്ക് പ്രവേശന അനുമതിയുണ്ട്. അവർക്ക് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി നേരത്തെ രജിസ്റ്റർ ചെയ്തവർ കുറെ ആളുകളുണ്ട്. അവരായിരിക്കും ആദ്യം പോകുക. പിന്നീട് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. ഈ ദിവസം വിജയകുമാർ, എനിക്ക് തോന്നുന്നു വിജയകുമാർ രാവിലെ മുതൽ തന്നെ ഇത്രയും കണ്ടിന്യൂസ് ആയി കമന്ററി കൊടുക്കുന്നുണ്ടായിരിക്കാം. ശബ്ദം ചെറിയൊരു പ്രശ്നമാകുന്നു. അപ്പോൾ വിജയകുമാറിന് അല്പം വെള്ളമൊക്കെ കുടിച്ച് ശരിയാവുക. അപ്പോൾ നമ്മുടെ രാകേഷ് റോഷൻ യൂട്യൂബിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് SKN KP ഗണേഷ് കുമാറിനെ കാണുമ്പോൾ നിലമ്പൂർ വഴി മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കൂടുതൽ അനുവദിച്ചാൽ നല്ല ലാഭം കിട്ടും, തിരക്കും കാണുമെന്നാണ് പറയുന്നത്. 3 മണിക്കൂറും 100 കിലോമീറ്ററാണ് ലാഭം. കോഴിക്കോട് വഴി പോകുമ്പോൾ 24 ഇടപെടണം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ലാഭം മാത്രമല്ല പ്രശ്നമെന്ന് രാകേഷ് റോഷൻ വിചാരിക്കുക. കാര്യം ജനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിക്കും. കാര്യം പൊതുഗതാഗതം എന്ന് പറയുന്നത് ലാഭം നോക്കി മാത്രം ചെയ്യുന്നൊരു ബിസിനസ് അല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക്, ഒരു വിലക്കിൻ്റെ വാർത്തയിലേക്കാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ അസം പോലീസ് തടഞ്ഞു. അയോധ്യയിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂ എന്ന് പോലീസ് അറിയിച്ചതോടെ രാഹുൽ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മേഘാലയയിൽ പ്രവേശിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠാ സമയത്ത് അസമിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീമദ് ശങ്കർദേവിൻ്റെ ജന്മസ്ഥലമായ വഡദ്രവ സത്രം സന്ദർശിക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. അതിനായി അധികൃതരുമായി സംസാരിച്ച് നേരത്തെ തന്നെ അനുമതിയും വാങ്ങിയിരുന്നു. വട്ടദ്രവ സത്രം സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഏറെ അകലെ വെച്ച് തന്നെ അസം പോലീസ് തടഞ്ഞു. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് രാഹുലിന് 3 മണിക്ക് ശേഷമേ സന്ദർശനാനുമതി നൽകൂ എന്ന് അധികൃതർ അറിയിച്ചതായി പോലീസ് വിശദീകരിച്ചു. സ്ഥലം MP-യായ ഗൗരവ് ഗൊഗോയ്ക്ക് മാത്രം പ്രവേശനം അനുവദിക്കാമെന്ന പോലീസ്. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. എന്ത് തെറ്റിന്റെ പേരിലാണ് തന്നെ തടഞ്ഞതെന്ന് രാഹുൽ ചോദിച്ചു. രാഹുൽ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഹുലിനെ തടഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, അവർ മാത്രം പൂജ നടത്തിയാൽ മതി, അവർ മാത്രം ദൈവനെ തൊഴുതാൽ മതി. ഇത് ദൈവത്തിന്റെ മൊത്തം കുത്തവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൗരവ് ഗൊഗോയ് ദർശനം നടത്തി പ്രസാദവുമായി എത്തിയതോടെ മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ യാത്രയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ തീരുമാനിച്ചു. ജോരാബത്ത് അതിർത്തി വഴി ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. നാളെ അസമിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കാൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിക്കുകയാണ് വടക്ക് കിഴക്കിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി രാഹുൽ പലതവണ ഇതിനകം കൊമ്പ് കോർത്തു കഴിഞ്ഞു. അസമിൽ പര്യടനം ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഏറ്റുമുട്ടലിനുള്ള സാധ്യതകൾ ഏറെയാണ്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് മുതൽ രാഹുൽ ഗാന്ധി വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടുന്നത്. ജനപങ്കാളിത്തം കണ്ട് വിരളി പൂണ്ടാണ് BJP സർക്കാർ പ്രതിരോധം തീർക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോൺഗ്രസ് ആരോപണത്തിൽ കഴമ്പുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്രയോട് BJPക്ക് അസഹിഷ്ണുതയുണ്ടോ? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അവിടെ രാമക്ഷേത്രത്തിൽ പോകുന്നതിലേക്ക് ഒരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല. അതിന് വളരെയേറെ നല്ല രീതിയിൽ വെൽക്കം കൊടുത്ത് നന്നായിട്ട് സഹകരിച്ച് അദ്ദേഹത്തിനെ ആനയിച്ച് കൊണ്ടുപോകാനും ചെയ്യേണ്ടതായിരുന്നു. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള BJPയുടെ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള രാഷ്ട്രീയം വെച്ചായിരിക്കും, അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിൽ കയറണം ആർക്കും കയറാമല്ല. അപ്പം കയറാൻ അനുവാദം ചോദിക്കുമ്പം കയറിക്കൂടാന്ന് സർക്കാർ പറയുന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധിയോടുള്ളൊരു എതിർപ്പാവാനല്ലേ ചാൻസ്? അത് അങ്ങനെ ആണെങ്കിൽ തെറ്റാണ്. കാരണം ഇന്ത്യൻ ഇപ്പോൾ ഒരു സ്ഥാനമാനം അതല്ല വിഷയം, ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്രെഡിറ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പ്രതിഷേധം ഏതിനും പ്രതിഷേധിക്കാം. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, എങ്ങനെ പ്രതിഷേധിക്കണം, എങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. രാഹുൽ ഗാന്ധി ഇപ്പം ഒരു മനുഷ്യൻ്റെ അവകാശമാണ് എവിടെ പോകണം പോകാതിരിക്കണം എന്നൊക്കെ പറയുന്നത്. രാഹുൽ ഗാന്ധി സമീപകാലത്ത് ഇന്ത്യ കണ്ട
ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളൊന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഭാരത് ജോഡോ യാത്ര 1ാം ഘട്ടം കഴിഞ്ഞു, ഇപ്പോൾ 2ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അസഹിഷ്ണുത അത് തെരുവോരത്തേക്കോ അല്ലെങ്കിൽ യാത്രക്ക് നേരെയും അവർ കാണിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. രാഹുൽ ഗാന്ധിനെ തടഞ്ഞതിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഭീരുത്വമാണ് അവർ കാണിക്കുന്നത്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭീരുത്വമാണ്. അങ്ങനെ സമരം ചെയ്യുക, നമ്മൾ എന്ത് സമരം ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടത്, അത് നമ്മൾ അതിന് ഈ വിധത്തിലല്ല ഒരു നടപടി എടുക്കേണ്ടത്. ഒരു വ്യക്തിക്ക് മാന്യമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും എല്ലാ മതത്തും പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമല്ലേ? അത് തടയാൻ പാടുള്ള കാര്യമല്ല. അത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ ഭയപ്പെടുന്നത് കൊണ്ടാണ് BJPയും അതുപോലെയുള്ള സംഘപരിവാരങ്ങളും രാഹുൽ ഗാന്ധിയുടെ യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ക്ഷേത്ര ദർശനത്തിന് പോലും അനുവാദം കൊടുക്കാതെ റോഡിൽ തടഞ്ഞിട്ടുന്ന, അതായത് ഭരണപരമായിട്ടുള്ള മുഴുവൻ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തിയെ ഭയം കൊണ്ട് എതിർക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് രാവിലെ കാണാനിടയായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി MP തടഞ്ഞത് തീർച്ചയായും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയെ ഭയപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി MPക്ക് നേരെ ഉണ്ടായ ഈ ഒരു പ്രതിഷേധം. രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് പോകാൻ ഇന്ന് പോലീസ് അസമിൽ അനുവദിച്ചില്ല. ഒരുതരം വിലക്ക് തന്നെയായിരുന്നു. ഈ പൂജാകർമ്മങ്ങൾ കഴിയുന്നതുവരെ, പ്രതിഷ്ഠാ ചടങ്ങ് കഴിയുന്നതുവരെ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. ഇന്ന് രാഹുൽ ഗാന്ധി വിലക്കോ എന്ന പേരിൽ ഇന്നത്തെ എൻകൗണ്ടറിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. KR ഗോപികൃഷ്ണൻ രാത്രി 8 മണിക്ക് 24-ൽ ഈ പരിപാടി ഈ കാര്യം ചർച്ച ചെയ്യും. നിങ്ങൾക്ക് അറിയാം അകാലത്തിൽ അന്തരിച്ചുപോയ കൊല്ലം സുധിയെക്കുറിച്ച്. കൊല്ലം സുധിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു വീടൊരുങ്ങുന്നുണ്ട്. അപ്പോൾ ആ വീട് നിർമ്മിക്കാൻ നേതൃത്വം നൽകുന്ന ഫിറോസ് ഒരു ദൃശ്യം നമുക്ക് അയച്ചു തന്നു. കോഴിക്കോട് ബീച്ച് റോഡിൽ നിന്ന് ഇന്നലെ പകർത്തിയ ഒരു ദൃശ്യമാണിത്. മാറഞ്ചേരി സ്വദേശി ഫിറോസിൻ്റെ കാറിലെ ഡാഷ് ക്യാമറയിലാണ് ഈ ദൃശ്യം പതിഞ്ഞത്. മുന്നിലൂടെ പോകുന്നൊരു സ്കൂട്ടർ, പ്രേക്ഷകർ കണ്ടല്ലോ, ഈ സ്കൂട്ടർ റോഡിൻ്റെ നടുവിലേക്ക് കയറി വരുന്നത് കണ്ട് കാർ യാത്രികനായി ഫിറോസ് നിരന്തരം ഹോൺ നീട്ടിയടിച്ചു. പിറകിലിരുന്ന ആൾ വാഹനം നിയന്ത്രിക്കാൻ ശ്രമിച്ചത് കണ്ടപ്പോഴാണ് വാഹനം ഓടിക്കുന്ന ആളെ ഫിറോസ് ശ്രദ്ധിക്കുന്നത്. ഏകദേശം 7 അതിന് അടുത്ത വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ സ്കൂട്ടർ ഓടിക്കുന്നത്. നമ്മുടെ റോഡുകളിൽ റോഡ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കരുതെന്ന് പറയാൻ കൂടിയാണ് ഈ ദൃശ്യം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. റോഡിലിറങ്ങുമ്പോൾ വിവേകം വളരെ പ്രധാനമാണ്. ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു കുട്ടിയെ കൊണ്ട് സ്കൂട്ടർ ഓടിപ്പിക്കാൻ ആ മനുഷ്യൻ കാണിച്ച വിവരക്കേട് പറയാതിരിക്കാൻ പറ്റില്ല. നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ് എന്നുകൂടി നമ്മൾ കേരളത്തിലെ ചില ആളുകളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യം ഫിറോസിൻ്റെ ദൃശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അതങ്ങനെ കിടക്കട്ടെ, അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിതിങ്ങനെ പ്രേക്ഷകരെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രസക്തമായൊരു വിഷയം ഒരു ആർച്ച് ബിഷപ്പ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ചില അഭിപ്രായങ്ങൾ ഇതുണ്ട്, ചില സ്ഥലത്തൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ജീവിതം വിജയിക്കില്ല എന്നൊരു തോന്നൽ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ പടരുന്നു എന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ഈ കാര്യം പറഞ്ഞത്. ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതല്ല, ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം ജനമധ്യത്തിൽ പറയാൻ ശ്രമിച്ചതാണ്. രക്ഷപ്പെടാൻ എവിടെയെങ്കിലും വേഗം പോകണമെന്നൊരു തോന്നൽ യുവാക്കൾക്കിടയിൽ ശക്തമാകും. നമ്മളൊക്കെ ആളുകൾക്കിടയിൽ സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. നമുക്കറിയാം അവർക്കൊരു വല്ലാത്ത നിരാശയുണ്ട്. ഇവിടെ നിന്നാൽ ജോലി കിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലും വേണ്ടില്ല അവിടെ ജോലി കിട്ടാൻ. അങ്ങനെ ജോസഫ് പെരുന്തോട്ടം ഇന്ന് പ്രസംഗിച്ച കാര്യം പെട്ടെന്ന് നമ്മൾ തള്ളിക്കളയരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ദൈവത്തിൻ്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഇത് ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ
കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരുന്നു. കേരളത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമായിട്ട് മറ്റേ കർണാടകത്തിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഇല്ലാത്ത ഒരു സാമ്പത്തിക മാന്ദ്യം കൂടി ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പീടികകളിൽ കച്ചവടം നടക്കുന്നില്ല, ഷോപ്പുകളിൽ കച്ചവടമില്ല. പല സ്ഥലങ്ങളിലും ഈ കച്ചവടം വളരെ ഓണക്കാലത്തൊക്കെ പൊടി പിടിച്ച പല സ്ഥാപനങ്ങളും വല്ലാത്തൊരു അവസ്ഥയിലൂടെ തുടരുകയാണ്. ആ സമയത്താണ് തീർച്ചയായിട്ടും ഈ ആർച്ച് ബിഷപ്പിൻ്റെ ഈ പ്രസ്താവന വന്നത്. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹം രഹസ്യമായി പറഞ്ഞൊന്നുമല്ല. വിദേശത്ത് പോയവർ പക്ഷേ കോവിഡ് സമയത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി വേദിയിൽ പറഞ്ഞു. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനേക്കാളും എല്ലാം വലിയ സുഖസൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടോളൂ. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിൻ്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ശശിധരൻ നായരെ പോലെ ചില പ്രേക്ഷകരൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ അഭിപ്രായം അത് യാഥാർത്ഥ്യം തീരെ ഇല്ലാത്തൊരു അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് ആഴത്തിൽ പഠനം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക്. കാസർഗോഡ് പനത്തടി അച്ചാമ്പാറ വാഴക്കോൽ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ കുടിയിറങ്ങുന്ന വിഷയത്തിൽ വനംവകുപ്പ് ഇടപെട്ടിരിക്കുന്നു. ആദിവാസി കുടുംബങ്ങളുടെ പ്രധാന പ്രശ്നമായ വനപാതയ്ക്ക് അനുമതി നൽകുമെന്ന് കാസർഗോഡ് DFO K. അക്ഷറഫ് 24 പറഞ്ഞു. 24 ആണ് ഈ വാർത്ത പുറം ലോകത്തെത്തിച്ചത്. അവർ കൂട്ടമായി പടിയിറങ്ങുന്ന ആദിവാസി കാട്ടുമക്കളുടെ വാർത്ത നമ്മൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ എത്തിച്ചിരുന്നു. എന്തായാലും ആ വാർത്തയ്ക്ക് ശേഷം ഒരു തീരുമാനം വന്നിരിക്കുന്നു വനംവകുപ്പിൽ. അത്രയും സന്തോഷം. വനത്തിന് നടുവിലുള്ള ഈ ദുർഘടമായ വഴിയിലൂടെയാണ് 2 കിലോമീറ്റർ താണ്ടി ആശുപത്രിയിലേക്കും അതോടൊപ്പം കുട്ടികൾ സ്കൂളിലേക്കും പോകുന്നത്. 50 സെന്റ് സ്ഥലം ഉണ്ടാകെ വെള്ളമില്ലായിരുന്നു, ഒരു വഴിക്ക് ബുദ്ധിമുട്ട്. എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ തന്നെയായി. പിന്നെ അതിലെല്ലാം പഠിക്കുന്നുണ്ട്, 4 ഡിഗ്രി കഴിഞ്ഞിട്ട്. പതിറ്റാണ്ടുകൾ കാത്ത മണ്ണുപേക്ഷിച്ച് കാടിറങ്ങിയവർ, കുടിയിറക്കത്തിനായി ഒരുങ്ങിയ കുടുംബങ്ങൾ, അച്ചാമ്പാറ വാഴക്കോൽ കോളനിയിലെ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. മരണവേദനയിലും ആശുപത്രിയിലെത്താൻ മാർഗമില്ലാതെ ഒറ്റപ്പെട്ടു പോയവരുടെ വേദന 24 റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ വനം വകുപ്പിന്റെ ഇടപെടൽ. DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ചു. കാടിനകത്ത് പാത നിർമ്മിക്കണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണം. അതായിരുന്നു ഈ കാലം അത്രയും ഉണ്ടായിരുന്ന തടസ്സം. ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന ദുരിതം നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ വനം വകുപ്പ് സംഘം പാത നിർമ്മാണത്തിന് അനുമതി നൽകുമെന്ന് ഉറപ്പ് നൽകി. ഇന്നലെ നമ്മൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വാർത്ത വന്നതിന് ശേഷം. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററും 200 മീറ്ററുമാണ് ആ കോളനിയിലോട്ടുള്ള വനത്തിലൂടെയുള്ള ദൂരം വരുന്നത്. 20ഓളം ഫാമിലികൾ അവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് ഒരു പഴക്കം നോക്കിയിട്ട് അതിനെ സാധ്യമാകുന്ന രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കാനുള്ളൊരു പ്രഥമ പരിഗണന വനവകുപ്പ് കൊടുക്കുന്നതാണ്. പാതാ നിർമ്മാണത്തിനായി സർക്കാർ ഫണ്ട് ലഭ്യമായാൽ മണ്ണുപേക്ഷിച്ച് കോളനിയിലെ മനുഷ്യർക്ക് കാടിറങ്ങേണ്ടി വരില്ല. മഴക്കാലത്തും നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. വനത്തിനകത്തുള്ള പാതയ്ക്ക് വനം വകുപ്പ് അനുമതി നൽകുന്നതോടെ പരിഹാരമാകുന്നത് വർഷങ്ങളായി 40ഓളം ആദിവാസി കുടുംബങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നത്തിനാണ്. ഇനി ഇടപെടേണ്ടത് പ്രാദേശിക ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളുമാണ്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ, 24.
അബ്ദുൽ ഹക്കീം പറയുന്നത് SKN അത് സത്യമാണ്. തൊഴിലില്ലാത്ത അവസ്ഥ. എയ്ഡഡ് സ്ഥാപനങ്ങൾ നിയമനം PSCക്ക് വിടണമെന്ന് കൂടി ഹക്കീം ആവശ്യപ്പെടുന്നു. ഷൈമി ജോൺസൺ ഒരു ചോദ്യം ചോദിക്കുന്നു. സഭയുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാനും ജോലി കൊടുക്കാനും സഭ തയ്യാറായാൽ തന്നെ എത്ര കുട്ടികൾ നാട്ടിൽ തന്നെ നിൽക്കും? അതിന് സഭ തയ്യാറാകുമോ? അവിടെയും പണമുള്ളവർക്കല്ലേ ജോലി കിട്ടുന്നുള്ളൂ. പിന്നെ എന്തിനാ സർക്കാരിനെ കുറ്റം പറയുന്നതെന്നാണ് ഷൈമി ചോദിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്താനല്ല, തീർച്ചയായിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു പഠനമാണ് ആവശ്യം, പരിഹാരവും വേണം. ഇനി കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ക്യൂബ് ഐസ് പ്ലാന്റും ശീതീകരണ മുറിയും. ഹാർബറിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഐസ് പ്ലാന്റ് നിർമ്മിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഉദ്ഘാടനം പോലും കഴിയാത്ത പ്ലാന്റ് ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്നു. ഈ വാർത്തയിലേക്ക് നമ്മൾ കടന്നു വരും മുമ്പ് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. വളരെ അത്യാവശ്യമായ ഒരു അടിയന്തര വാർത്തയാണ്. മറ്റന്നാൾ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്കിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആനുകൂല്യങ്ങൾ തുടർച്ചയായി നിഷേധിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഡയസ് വിശദാംശങ്ങൾ. SKN കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും 24-ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവർ കൃത്യമായി ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഏകീകൃത പൊതു സർവീസിലെ അപാകതകൾ പരിഹരിക്കുക, മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള സ്ഥലം മാറ്റം റദ്ദാക്കുക, 6 ഗഡു DA കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. ഈ പണിമുടക്ക് സർക്കാർ ഓഫീസുകളിലെയും അതേപോലെ തന്നെ സ്കൂളുകളുടെ അടക്കം താളം തെറ്റിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡയസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ മുൻകൂട്ടിയിട്ടുള്ള അവധിയല്ലാതെ മറ്റ് അവധികൾ അനുവദിക്കില്ല. അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഏതായാലും 24-ലെ പണിമുടക്ക് നേരിടാൻ ഇപ്പോൾ സർക്കാർ ഡയസ് പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്ന ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ക്യൂബ് ഐസ് പ്ലാന്റും ശീതീകരണ മുറിയെക്കുറിച്ചാണ് ഈ വാർത്ത. എന്തായാലും ഇപ്പോൾ ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഈ സ്ഥാപനം എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ബേപ്പൂർ ഹാർബർ വികസനത്തിന്റെ ഭാഗമായാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഐസ് പ്ലാന്റ് നിർമ്മിച്ചത്. 15 വർഷം മുൻപ് 1/2 കോടി രൂപ ചിലവിട്ടായിരുന്നു നിർമ്മാണം. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ 1 മിനിറ്റ് പോലും ഈ ഐസ് പ്ലാന്റ് പ്രവർത്തിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയാണ് 2009-ൽ ഹാർബറിൽ ആധുനിക ഐസ് പ്ലാന്റ് നിർമ്മിച്ചത്. ശുദ്ധജല ഐസ് നിർമ്മാണമായിരുന്നു ലക്ഷ്യം. മത്സ്യം കേടാകാതെ സൂക്ഷിച്ച് വിവിധ കമ്പനികളിലേക്ക് അയക്കാൻ ലക്ഷ്യമിട്ട് ശീതീകരണ മുറിയും നിർമ്മിച്ചു. എന്നാൽ ശുദ്ധജലത്തിനായി കിണർ കുഴിക്കാതെയും വൈദ്യുതി ലഭ്യമാക്കാതെയുമായിരുന്നു പ്ലാന്റ് നിർമ്മാണം. ഇതിന്റെ ഫലമായി പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. യാതൊരുവിധ പ്രവർത്തനവും നടക്കാതായതോടെ പ്ലാന്റ് തുരുമ്പെടുത്തു, പ്രവർത്തനയോഗ്യമല്ലാതായി. ഇവിടുന്ന് മത്സ്യങ്ങൾ കയറ്റുമതിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഐസ് പ്ലാന്റ് അത്യാവശ്യമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിതിനെ സമ്മതിച്ചത്. അപ്പോൾ അന്നും നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം അവരോട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്ന് ഇത് പണി തീരുമ്പോഴത്തേക്ക് ഈ വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ തീയതി വരെ വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇതൊരു ട്രയൽ റണ്ണിങ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഇതാണെങ്കിൽ മത്സ്യത്തിന് വില കുറയുന്ന സമയത്ത് സൂക്ഷിക്കാനുള്ള 2 സ്റ്റോറേജും കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിനും ഇലക്ട്രിസിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അതും ഇതുവരെ അതേമാതിരി തന്നെ നിൽക്കണം. പ്ലാന്റിന്റെ പ്രവർത്തനം മത്സ്യഫെഡിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും വെള്ളവും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ ഏറ്റെടുത്തില്ല. ഉപകരണങ്ങൾ തുരുമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി 8 വർഷം മുൻപ് 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി. എന്നിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ വന്നതോടെയാണ് പ്ലാന്റ് പൂർണ്ണമായും നശിച്ചത്. ഇനിയുള്ള ഏക വഴി പ്ലാന്റും മറ്റുപകരണങ്ങളും അവിടെ നിന്ന് പൊളിച്ചു നീക്കുന്നതാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അങ്ങനെ സ്ഥലപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ടെങ്കിലും മറികടക്കാമെന്നാണ് തൊഴിലാളികളുടെ വാദം. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ഐസ് പ്ലാന്റും അനുബന്ധ ഉപകരണങ്ങളും കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരുവിധ ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തുരുമ്പെടുത്ത് നശിച്ച ഈ ഉപകരണങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. പൊതുജനം കഴുതയല്ല സാർ.
നമുക്കറിയാം, ദീർഘവീക്ഷണമില്ലാതെ നടപ്പാക്കുന്ന പദ്ധതികൾ സർക്കാരിന് ബാധ്യതയാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബേപ്പൂരിലെ ഐസ് പ്ലാന്റ്. പൊതുഖജനാവിലെ ലക്ഷങ്ങൾ പാഴാക്കിയതിൻ്റെ ഉത്തരവാദി ആരായാലും നടപടി വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവരുടെ പ്രതികരണം: ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഓർക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തത്. അന്നത്തെ 20 ലക്ഷം ഉറുപ്പ്യാണ് അന്ന് അതിന് ടാർഗറ്റ് ഇട്ട്. ചില്ലൈസ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് തന്നെ നിർമ്മിക്കുക, ഇവിടെ നിന്ന് തന്നെ ബോട്ടുകാർക്ക് എടുത്തുകൊണ്ടാകും. പക്ഷെ ഒരു ബ്ലോക്ക് ഐസ് പോലും വന്നിട്ടില്ല. ഇവിടുത്തെ യാത്രാ സൗകര്യവും എല്ലാം മുടങ്ങിക്കിടക്കുക. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതൊന്നും എടുത്ത് മാറ്റി കിട്ടിയാൽ മതി. ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ അടുത്ത് മുടക്കി എന്നാണ് പറയണേ. ഇത് മുടക്കിയിട്ട് തന്നെ ഒരു 10-15 വർഷമായി. ഇതിങ്ങനെ പ്രവർത്തിക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് പൊളിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇവിടെ വികസനം വരുമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് എത്രയും പെട്ടെന്ന് പൊളിച്ചു പോകാനാണ് അഭിപ്രായം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടത്. വണ്ടി വരാനും പിടിക്കാനൊക്കെ പാടാം. 2 വണ്ടി വരാൻ കഴിയില്ല ഐസിന്. അപ്പോൾ വൈകുന്നത് പൊളിച്ചു കൊണ്ടുപോകണമെന്നല്ലേ. ചില പ്രേക്ഷകരൊക്കെ പറയുന്നു, ഞാൻ ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ എന്ന്. ഇടയ്ക്കൊക്കെ ഒരു ഗൗരവം വേണ്ടെന്ന്, അതല്ലേ? അപ്പോൾ ജോസിൻ ജോസഫ് പറയും, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തായി അത് 28 തീയതി നമ്മൾ പൊളിക്കില്ലേ. 28-ാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നിങ്ങളെല്ലാവരെയും നമുക്ക് കൊച്ചിയിലെ കടവന്തര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കാണണം. അപ്പോൾ നമുക്കവിടെ പൊളിക്കാനുണ്ട്. മാത്രമല്ല, ഈ പരിപാടി വിദേശത്തും മറ്റുള്ള നാടുകളിലൊക്കെ ഇരുന്ന ആളുകൾ കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് 1:30 മുതൽ നമ്മൾ ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ പരിപാടി അവസാനിക്കുന്നത് വരെ നമ്മൾ ഈ തത്സമയം ലൈവ് പരിപാടി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം വരാൻ പറ്റാത്ത 3 ആളുകൾക്കും കാണാൻ കഴിയും. ഇപ്പോഴും രജിസ്ട്രേഷൻ തുടരുകയാണ്. കുറേ ആയിരക്കണക്കിന് ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ല ആൾബലമായിരിക്കും അവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രജിസ്റ്റർ ചെയ്യാനൊരു നമ്പറുണ്ട്: 6235968630 6235968630. ഇപ്പോൾ സ്ക്രീനിൽ നമ്പറുണ്ട്, വേണമെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഫ്ലവേഴ്സ് ഫാമിലി അംഗങ്ങളുണ്ടാകും, നമ്മുടെ ഫ്ലവേഴ്സിലെയും 24-ൻ്റെയും അവതാരകരുണ്ടാകും, വാർത്താ വായനക്കാരുണ്ടാകും, കലാകാരന്മാരുണ്ടാകും, ചില പാട്ടുകളുണ്ട്. ജോബി, നമ്മുടെ MG ശ്രീമാനെ പോലുള്ള ഗായകർ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നല്ല പാട്ടുകാരും ഒക്കെ നമ്മൾ പൊളിക്കും. അപ്പോൾ കാണാം. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക്. കേരളത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമം പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു. പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ 1 കൊല്ലം മുമ്പ് ശുപാർശ നൽകി. പക്ഷേ ആ ഫയൽ ഇപ്പോഴും ചുവപ്പ് നടയിൽ. രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ 3ാമതാണ് കേരളം. ദേശീയപാതകളിലെ അപകടങ്ങളിൽ 2ാമതും. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും മോട്ടോർ വാഹന വകുപ്പിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 2022 ഒക്ടോബറിലാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് സർക്കാരിന് ശുപാർശ നൽകിയത്. 198 എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും 14 ജോയിന്റ് RTOമാരുടെയും അധിക തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു ആവശ്യം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശുപാർശ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനത്ത് നിലവിൽ 85 എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളിലായി 340 ഉദ്യോഗസ്ഥരാണ് ആകെയുള്ളത്. കേരളത്തിന്റെ വാഹന സാന്ദ്രതയനുസരിച്ച് 1,00,000-ഓളം വാഹനങ്ങളാണ് ഇവർ ദിവസവും പരിശോധിക്കേണ്ടി വരുന്നത്. 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നാണ് ചട്ടമെന്നിരിക്കെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ പകൽ സമയത്ത് 8 മണിക്കൂർ മാത്രമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ഡ്യൂട്ടികൾ ചുരുങ്ങി. പരിശോധന കുറഞ്ഞതോടെ രാത്രി സമയത്തുൾപ്പെടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ വൻ വർധനമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്നത് സർക്കാരിന്റെ തന്നെ കണക്കാണ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. പ്രശ്നപരിഹാരം കാണേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇതിൻ്റെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്യും. അതിനു മുമ്പ് ഒരു സങ്കടകരമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. 9ാം നിലയിൽ നിന്ന് വീണ യുവതി മരിച്ചു. കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപത്തെ ശ്വാസ് സൈബർ ഹിൽസ് എന്ന ഫ്ളാറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് യുവതി വീണ് മരിച്ചു. ചേർത്തല സ്വദേശിനി ദേവി ലതയ്ക്കാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത്. കിടപ്പുമുറിയിലെ ബാൽക്കണിയിൽ നിന്നും വീണാണ് അപകടം സംഭവിച്ചത്. സൈബർ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സങ്കടകരമായി പോയി ആ വാർത്ത. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് നികത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശുപാർശ ചെയ്തിട്ട് ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ മോട്ടോർ വാഹന വകുപ്പിലെ ജോലികൾ എങ്ങനെ നടക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതിപ്പോൾ മോട്ടോർ വാഹന വകുപ്പെന്നല്ല, നമുക്ക് ഏതൊരു വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ വേണം എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെ മാത്രം പറഞ്ഞൊരു കാര്യമില്ല, നമ്മളാണെങ്കിലും എല്ലാ പൊതുജനങ്ങളും അവരുടേതായ ഉത്തരവാദിത്വം കീപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ അപകടങ്ങൾ കുറയത്തുള്ളൂ. വാഹന അപകടങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരെ എന്തായാലും വേണം.
ഇനിയും കൂടുതൽ വേണം. ഗണേഷ് കുമാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നിയമങ്ങളൊക്കെ മാറ്റണം, അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാതെ നിരത്തിലിറങ്ങുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ്. ഇപ്പോൾ 2 വീലർ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നുള്ളതൊരു ചോദ്യമല്ലേ. നന്നായിട്ട് പഠിച്ചിട്ട് വണ്ടി ഇറങ്ങുക എന്നുള്ളതാണ് കാര്യമുള്ളത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വേണം. അവർ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. നമ്മളെ യുവാക്കളും നമ്മുടെ ഈ ട്രാഫിക്കും നിയമങ്ങളും എല്ലാം പാലിച്ച് വണ്ടി ഓടിച്ചാൽ റോഡ് പൊതുവെ നിയന്ത്രിക്കാൻ പറ്റും. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത്? അവർക്ക് ഈ പറയുന്ന മോഡിഫിക്കേഷനും അതും ഇതും പിടിക്കാൻ സമയമുണ്ട്. അവർ അതേസമയം കൃത്യമായിട്ട് അവിടെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നില്ല. സർക്കാർ ആവശ്യത്തിനുള്ള നടപടി എടുക്കണം, ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടണം. ഇനി വ്യാജനാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ യാഥാർത്ഥ്യം അന്വേഷിക്കുന്ന പരിപാടി വ്യാജൻ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ അതിവേഗത്തിൽ പുരോഗമിക്കുന്ന റെയിൽവേ ട്രാക്കിന് നിർമ്മാണം എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ വസ്തുത നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? റിപ്പോർട്ടിലേക്ക്. ഭാരതത്തിലെ റെയിൽവേയുടെ നിർമ്മാണത്തിന്റെ വേഗത, ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ ഭാരതം. ഇത്തരത്തിലുള്ള തലക്കെട്ട് നൽകിയാണ് പലരും വീഡിയോ പ്രചരിപ്പിക്കുന്നത്. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന വീഡിയോയുമായി സാമ്യമുള്ള വീഡിയോ പലരും ഷെയർ ചെയ്തതായി കണ്ടെത്തി. ഷെയറിംഗ് ട്രാവൽ എന്ന എക്സ് അക്കൗണ്ടിൽ ജനുവരി 9 പ്രചരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലേഷ്യയിലെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കാൻ ആരംഭിച്ചു എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രചരിക്കുന്ന വീഡിയോയിൽ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെഷീനിൽ ചൈനീസ് ഭാഷയിലുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ ചൈന കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമായി. ഇതിനോടൊപ്പം മലേഷ്യൻ റെയിൽ ലിങ്കും എന്നും എഴുതിയിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നിന്നും പ്രചരിക്കുന്ന വീഡിയോയിലുള്ള ദൃശ്യം മലേഷ്യയിലെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് എന്ന വലിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനമാണെന്ന് മനസ്സിലായി. മലേഷ്യയിൽ റെയിൽവേ ട്രാക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചൈന കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പുതിയ ട്രാക്ക് ലേയിംഗ് ഉപകരണത്തിന്റെ വീഡിയോ അസോസിയേറ്റ് പ്രസിന്റെ യൂട്യൂബ് ചാനലിലും കണ്ടെത്തി. 2023 ഡിസംബർ 11 പ്രസിദ്ധീകരിച്ച ഈ വീഡിയോയിൽ ട്രാക്ക് ലേയിംഗ് ഉപകരണത്തിന്റെ മുകളിൽ ചൈനീസ് കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻ, മലേഷ്യ റെയിൽ ലിങ്ക് എന്നീ പേരുകൾ എഴുതിയിട്ടുള്ളതായി കാണാം. ഇന്ത്യയിൽ അതിവേഗം പുരോഗമിക്കുന്ന റെയിൽവേ ട്രാക്ക് നിർമ്മാണം എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ ഇന്ത്യയിൽ നിന്നുള്ളതല്ല എന്നും മലേഷ്യയിലെ റെയിൽവേ ട്രാക്ക് നിർമ്മാണത്തിന്റെ വീഡിയോ ആണെന്നും പരിശോധനയിൽ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24.